ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 47 ഉലൂഖലബന്ധനം. ശ്ലോകം 9. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേതി ആഗതാ ഭവനമേവ സായദാ പ്രാഗുലൂഖലബിലാന്തരേ തദ് സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. സ്ഥീയതാം ചിരം ഉലൂഖലേ ഖലേതി ആഗത ഭവനമേവ സാ യദ് പ്രാക് ഉലൂഖല ബിലാന്തരേ തദ് സർപ്പിർ അർപ്പിതം അദൻ അവാസ്ഥിതാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്ഥീയതാം നിന്നാലും അല്ലെങ്കിൽ കിടന്നാലും, ചിരം വളരെ നേരം, ഉലൂഖലേ ഉരലിൽ, ഖല കള്ള, ഇതി എന്ന് പറഞ്ഞ്, ആഗത വന്നത്, ഭവനമേവ ഗൃഹത്തിലേക്ക് തന്നെ, സാ ആ യശോദ, യഥാ എപ്പോഴാണോ, ഉലൂഖല ബിലാന്തരേ ഉരലിൻ്റെ കുഴിയിൽ, തത് അപ്പോൾ, സർപ്പി വെണ്ണ, അർപ്പിതം വയ്ക്കപ്പെട്ടിരുന്നു, അതൻ ഭക്ഷിക്കുന്നവനായി, അവാസ്ഥിത സ്ഥിതി ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. സ്ഥീയതാം, സ്ഥീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചിരം ഉലൂഖലേ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഖലേതി എന്നുള്ളതിൻ്റെ ഖാന്നും ഊന്നി പറയണം. ആഗത ഭവനമേവ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സാ യദ എന്നുള്ളതിൻ്റെ ദന്ന് ദയേൽത്തെ. പ്രാക് ഉലൂഖല ബിലാന്തരേ, ഉലൂഖല എന്നുള്ളതിൻ്റെ ഖാന്നും ഊന്നി പറയണം. ബിലാന്തരേ എന്നുള്ളതിൻ്റെ ബീന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. തദ് ദയേൽത്തെ ദ എന്നാണ്. സർപ്പീർ അർപ്പിതം അദൻ അവാസ്ഥിതാ. ലാസ്റ്റിൽ വിസർഗം, അപ്പം നീട്ടിയിട്ട് വിസർഗം പറയണം. അവാസ്ഥിത. സ്ഥി എന്നുള്ളതും ഥ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. അത് ചേർത്ത് ചൊല്ലുമ്പം സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാ. അവിടെ വിസർഗം ലാസ്റ്റിൽ. അദന്നും അവാസ്ഥിത എന്നും കൂടി ചേർത്തിട്ട് ചൊല്ലുമ്പോൾ ന എന്ന് ഡബിളായിട്ട് ചൊല്ലണം. അതന്നവാസ്ഥിത. അങ്ങനെ നിർത്താം. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേതി ആഗത ഭവനമേവ സായദാ പ്രാഗുലൂഖലബിലാന്തരേ തദ് സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയതഃ കിമു സപാശയാനയാ ഏവമാദിദിവിജൈരഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗതാത്. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. യദ്യപാശ സുഗമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയ ഏവം ആദി ദിവിജൈർ അഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗതാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. യതി അപാശ സുഗമ, അപാശന്മാർക്ക് അല്ലെങ്കിൽ ബന്ധമില്ലാത്തവർക്ക് എളുപ്പം പ്രാപിക്കാനാവുമെങ്കിൽ, വിഭോ വിഭുവായിട്ടുള്ളവനെ, ഭവാൻ അങ്ങ്, കിമു സംയത എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടത്, സപാശയ പാശത്തോടു കൂടിയ, അനയ ഇവളാൽ, ഏവം ആദി എന്നിപ്രകാരമുള്ള രീതിയിൽ, ദിവിജൈ ദേവഗണത്താൽ, അഭിഷ്ടുത സ്തുതിക്കപ്പെട്ട,
വാദനാഥ ഗുരുവായൂരപ്പ പരിപാഹി രക്ഷിച്ചാലും മാം എന്നെ ഗദാത് രോഗത്തിൽ നിന്ന്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. യദ്യ പാശ സുഗമോ ഗ എന്നാണ് സുഗമോ വിഭോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവാൻ എന്നുള്ളതിലത്തെ ഭ എന്നും സംയത അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. കിമു സപാശയാനയാ ഏവമാദി ദിവിജൈരഭിഷ്ടുതോ ഷ്ടുതോ ഷ്ടു എന്നൊന്നും ഒട്ടും ഊന്നണ്ട. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വാദനാഥ ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. പരിപാഹി മാം ഗദാത് ഗ ദ എന്നാണ്, ദയിലത്തെ ദ എന്നാണ്, ഗദാത് അങ്ങനെ നിർത്താം. യദ്യപാശ സുഗമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയാ ഏവമാദിദിവിജൈരഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ഗദാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.